ഹായ്. അപ്പോൾ നിങ്ങൾ +1 2025 ജോയിൻ ചെയ്ത ആളുകളുടെ ഫസ്റ്റ് എക്സാമാണ് ഓണം എക്സാം വരുന്നത്. അപ്പോൾ അത് ഏകദേശം ഒരു ഓഗസ്റ്റ് 20 എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നു കണ്ടു. അപ്പോൾ ഇനി ഏകദേശം ഒരു 2 വീക്ക് മാത്രമേ നിങ്ങളുടെ കയ്യിലുള്ളൂ അല്ലേ. ഇന്ന് ഓഗസ്റ്റ് 3 ഇന്നൊരു സൺഡേ ആണ്. പലരും ട്യൂഷനൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ തിരിച്ചു വരുമ്പം ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ചിരുന്നിട്ട് +1 വേണ്ടിയിട്ട് പഠിക്കാൻ പ്ലാൻ ചെയ്യാം. ഓക്കെ, അപ്പം ഇത് ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് +1 ഓണം എക്സാമിന് ഉള്ളത് എന്നുള്ളതാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഫിസിക്സ് ആണെങ്കിൽ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്, മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, മോഷൻ ഇൻ എ പ്ലെയിൻ, ലോസ് ഓഫ് മോഷൻ. ഫിസിക്സ് കുറച്ച് ടഫായിട്ടുള്ള പോർഷൻസ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഈ 4 ചാപ്റ്റേഴ്സും ഒരുപാടധികം പഠിക്കാനുള്ള ചാപ്റ്റേഴ്സാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ പഠിക്കാൻ പ്ലാൻ ചെയ്തിട്ട് തന്നെ പഠിക്കുക തന്നെ വേണം. രണ്ടാമതായിട്ട് കെമിസ്ട്രിയിൽ സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി, സ്ട്രക്ചർ ഓഫ് ആറ്റംസ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഇലമെൻറ്റ്സ്, പീരിയോഡിസിറ്റി ഇൻ ആ ഒരു ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ. ഫസ്റ്റിലത്തെ 3 ചാപ്റ്റേഴ്സ് കെമിസ്ട്രി അധികം ഭയങ്കരമായിട്ട് ടഫായിട്ട് നിങ്ങൾക്ക് തോന്നില്ല. പക്ഷേങ്കിൽ നന്നായിട്ട് വായിച്ചാൽ മാത്രമേ അതിലുള്ള ആൻസേഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. തിയററ്റിക്കൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഇങ്ങനെ പറഞ്ഞോട്ട് പോകുന്നത്. അപ്പം നന്നായിട്ട് വായിച്ച് തന്നെ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുക. അടുത്തത് ബോട്ടണിയാണ്. ബോട്ടണിയും സുവോളജിയും കൂടെ ഏകദേശം ഒരു 7-8 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. 2 എക്സാം ഒരേ ദിവസമാണ് വരിക. അപ്പം പഠിക്കാൻ അധികം ടൈം കിട്ടിയെന്ന് വരില്ല. അപ്പം നന്നായിട്ട് തന്നെ പഠിക്കാം കേട്ടോ. അപ്പോൾ ബോട്ടണിയിൽ ഫസ്റ്റിലത്തെ 4 ചാപ്റ്റേഴ്സ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, പ്ലാന്റ് കിങ്ഡം, മോർഫോളജി ഓഫ് ആ ഒരു 3 ചാപ്റ്റേഴ്സ് കേട്ടോ. ഫസ്റ്റിലത്തെ 3 ചാപ്റ്റേഴ്സും ആ 3ാമത്തെ ചാപ്റ്ററിൻ്റെ പകുതി ഭാഗമാണ് എക്സാമിന് ഉണ്ടാവാൻ സാധ്യതയുള്ളത്. എങ്കിലും നിങ്ങൾ ആ 3 ചാപ്റ്റേഴ്സും നന്നായിട്ട് തന്നെ പഠിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ സുവോളജിയിലും ഫസ്റ്റിലത്തെ 3 ചാപ്റ്റേഴ്സ് ദ ലിവിങ് വേൾഡ്, ആനിമൽ കിങ്ഡം, പിന്നെ സ്ട്രക്ചർ ആൻഡ് ഓർഗനൈസേഷൻ ആ ഒരു ചാപ്റ്റർ. അങ്ങനെ ബോട്ടണി സുവോളജിയും കൂടെ 6 ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്. ബോട്ടണി സുവോളജീൻ്റെ പ്രത്യേകതയും ഇത് തന്നെയാണ്. നന്നായിട്ട് വായിച്ച് തന്നെ പഠിച്ച് മനസ്സിലാക്കി ബൈഹാർട്ട് ചെയ്യണം എന്നല്ല, വായിച്ചാൽ മാത്രമേ ബോട്ടണി സുവോളജി നിങ്ങൾക്ക് എഴുതാൻ പറ്റുള്ളൂ. പിന്നെയാണെങ്കിൽ മാത്സിൽ നിങ്ങൾക്ക് ഫസ്റ്റിലത്തെ ഒരു 5 ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്. മാത്സും ഫിസിക്സിനെ പറ്റി പറയുന്നത് പോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാണ്ട്, ഇക്വേഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബൈഹാർട്ട് ചെയ്യേണ്ടത് വരും. മനസ്സിലാക്കിയിട്ട് ബൈഹാർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ സെറ്റ്സ്, റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ, കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, ലീനിയർ ഇൻഇക്വാലിറ്റീസ്, അങ്ങനത്തെ ഒരു ഫസ്റ്റിലത്തെ ഒരു 5 ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്ക് മാത്സിൽ പഠിക്കാൻ വരുന്നത്. കമ്പ്യൂട്ടർ സയൻസുകാരാണുള്ളതെങ്കിൽ അവർക്ക് ഒരു ഫസ്റ്റിലത്തെ 3 ചാപ്റ്റേഴ്സാണ് എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കാനുള്ളത്. അപ്പം ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ഒരു 15 ഡേയ്സിൻ്റെ, അതായത് ഇന്ന് മുതൽ ഒരു 14 ഡേയ്സിൻ്റെ ഒരു ടൈം ടേബിൾ ഞാൻ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ യൂസ്ഫുൾ ആവുമെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഷെയർ ചെയ്യാവുന്നതാണ്, നിങ്ങൾക്കും ഫോളോ ചെയ്യാവുന്നതാണ്. ഓക്കെ, ബൈ.